പ്രമേഹം തുടക്കത്തിൽ തന്നെ അറിയേണ്ട 10 സത്യങ്ങൾ. പ്രമേഹം ഒരു രോഗം മാത്രമല്ല, ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ പ്രമേഹത്തോടൊപ്പം ജീവിക്കുകയാണ്. പക്ഷേ നല്ല വാർത്ത എന്തെന്നാൽ ശരിയായ ജീവിതശൈലിയിലൂടെ ഇത് നിയന്ത്രിക്കാൻ പലർക്കും സാധിക്കും. ഇന്ന് പ്രമേഹം എന്താണ്, എന്തുകൊണ്ട് വരുന്നു, ലക്ഷണങ്ങൾ, ചികിത്സ, ഭക്ഷണം, വ്യായാമം കൂടാതെ പലർക്കും അറിയാത്ത ചില പ്രധാന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പ്രമേഹം എന്താണ്? ശരീരത്തിലെ ഭക്ഷണം ദഹിച്ച ശേഷം ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസ് കോശത്തിലേക്ക് എത്താൻ ഇൻസുലിൻ എന്ന ഹോർമോൺ ആവശ്യമാണ്. ഇൻസുലിൻ കുറയുകയോ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും. ഇതാണ് പ്രമേഹം. പ്രമേഹത്തിന്റെ പ്രധാന തരങ്ങൾ. ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിൻ വളരെ കുറവായി ഉൽപ്പാദിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹം ഏറ്റവും സാധാരണമായി തരം. ശരീരം ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ഗർഭകാല പ്രമേഹം ഗർഭിണികളിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രമേഹം. ലക്ഷണങ്ങൾ: ഇടയ്ക്കിടെ ദാഹം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, അമിത വിശപ്പ്, ഭാരം കുറയുക, ക്ഷീണം, മുറിവുകൾ വൈകി ഭേദമാകുക, കാഴ്ച മങ്ങുക. കാരണങ്ങളും അപകട സാധ്യതയും: കുടുംബ പാരമ്പര്യം, അമിതവണ്ണം, വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രായം കൂടുന്നത്. നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ: ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ദിവസവും 30 മുതൽ 45 മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക, മധുരം, പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കുക, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുത്തുക. രക്തത്തിലെ പഞ്ചസാര കൃത്യമായി പരിശോധിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുക. പ്രമേഹം ജീവിതത്തിന്റെ അവസാനമല്ല. ശരിയായ ചികിത്സയും ഭക്ഷണക്രമവും വ്യായാമവും ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ആരോഗ്യ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ പൊതുവായ ആരോഗ്യ വിവരങ്ങൾ നൽകുന്നതിനുള്ളതാണ്. വ്യക്തിഗത ചികിത്സയ്ക്കും മരുന്നുകൾക്കുമായി ഡോക്ടറുടെ നിർദ്ദേശം തേടുക.